നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടില്ലേ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട്, എയും ബിയും. നോർമൽ യൂസേജ് 50 per week each. മാക്സിമം യൂസേജ് 75 per week. മിനിമം യൂസേജ് 25 per week. Pre-order quantity A 300 units, B 500 units. Pre-order period A 4 to 6 weeks, B 2 to 4 weeks. ഇനി എന്തൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് ലെവൽ. ഫസ്റ്റ് റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല എന്താ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. ഫസ്റ്റ് റീഓർഡർ ലെവൽ ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. ഇവിടെ ഞാൻ ഷോർട്ട് ഫോംസ് എഴുതുന്നുള്ളൂ, പക്ഷെ എക്സാമിന് എന്തായാലും ഫുൾ ഫോം തന്നെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ രണ്ട് കമ്പോണൻസ് തന്നിട്ടുണ്ടല്ലോ, എയും ബിയും. അപ്പോൾ രണ്ടിന്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. എയുടെ മാക്സിമം കൺസംഷൻ എത്രയാണ്? 75 യൂണിറ്റ്സ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡോ ഇവിടെ പറയുന്നുണ്ടല്ലോ, റീഓർഡർ പീരീഡ് എ 4 to 6 വീക്സ്, അതായത് മിനിമം 4 വീക്സ്, മാക്സിമം 6 വീക്സ്. ആവറേജോ 5 വീക്സ്. 4ന്റെയും 6ന്റെയും ആവറേജ് 5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം 6 വീക്സ് ആണ്. മാക്സിമം 6 വീക്സ് ഈക്വൽ ടു 450 യൂണിറ്റ്സ്. ഇനി ബിയുടെ മാക്സിമം കൺസംഷൻ എത്രയാ? 75 തന്നെ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് 4 വീക്സ് ഈക്വൽ ടു 300 യൂണിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മിനിമം ലെവൽ. മിനിമം ലെവലിന്റെ ഫോർമുല എന്താ? റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. അപ്പോൾ മിനിമം ലെവൽ റീഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ്. ഫസ്റ്റ് എയുടെ റീഓർഡർ ലെവൽ നമ്മൾ എത്ര കമ്പ്യൂട്ട് ചെയ്തത്? 450 യൂണിറ്റ്സ്. അപ്പോൾ 450 മൈനസ് ആവറേജ് കൺസംഷൻ എത്രയാണ് വരുന്നത്? 50 ഇൻറ്റു ആവറേജ് റീഓർഡർ പീരിയഡ് 5 വീക്സ് equal to 450 minus 250 equal to 200 units. Next Bയുടെ റീഓർഡർ ലെവൽ എത്രയായിരുന്നു? 300 യൂണിറ്റ്സ് മൈനസ് ആവറേജ് കൺസംഷൻ 50 തന്നെ, ആവറേജ് റീഓർഡർ പീരിയഡോ 3 equal to 300 minus 150 equal to 150 units. മിനിമം സ്റ്റോക്ക് ലെവൽ കമ്പ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് മാക്സിമം ലെവൽ. മാക്സിമം ലെവലിന്റെ ഫോർമുല എന്തായിരുന്നു? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. അപ്പോൾ മാക്സിമം ലെവൽ equal to reorder level plus reorder quantity minus minimum consumption into minimum reorder period. എയുടെ റീഓർഡർ ലെവൽ എത്രയായിരുന്നു? 450 പ്ലസ് എയുടെ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 300. മിനിമം കൺസംഷനോ 25. എയുടെ മിനിമം റീഓർഡർ പീരിയഡോ 4 weeks.
equal to 450 plus 300, 750 minus 100 equal to 650 units. B. Reorder level എത്രയായിരുന്നു? 300 plus reorder quantity 500 minus reorder consumption 25 തന്നെ, minimum reorder period 2 weeks equal to 800 minus 50 equal to 750 units. ഇതിനാണ് മാക്സിമം ലെവൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് ലെവൽ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ 2 ഫോർമുല പഠിച്ചല്ലോ. അത് ഏതൊക്കെയാ? ഫസ്റ്റ് മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും ഇത് ചെയ്ത് നോക്കാം. ആവറേജ് ലെവൽ. ഫസ്റ്റ് മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ആദ്യം എയുടെ നോക്കാം. എയുടെ മിനിമം ലെവൽ എത്ര നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്? 200 യൂണിറ്റ്സ് പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 300 ബൈ 2. അപ്പോൾ 200 പ്ലസ് 150 ഈക്വൽ ടു 350 യൂണിറ്റ്സ്. നെക്സ്റ്റ് ബി. ബിയുടെ മിനിമം ലെവൽ എത്രയായിരുന്നു? 150 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി 500 ബൈ 2 ഈക്വൽ ടു 150 പ്ലസ് 250 ഈക്വൽ ടു 400 യൂണിറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ഫോർമുല യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2. ആവറേജ് ലെവൽ. അപ്പോൾ എയുടെ മിനിമം ലെവൽ എത്രയായിരുന്നു? 200 പ്ലസ് മാക്സിമം ലെവലോ 650 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 850 ബൈ 2 equal to 425 units. Next B'de minimum level 150, maximum level 750 by 2 equal to 900 by 2 equal to 450 units. അപ്പോൾ നമുക്ക് 2 രീതിയിലും ആവറേജ് ലെവൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ PSC എക്സാം പോലെയുള്ള എക്സാംസിൽ ഇപ്പോൾ OMR മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാംസ്, അപ്പോൾ അതിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസറെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ വരുന്നത് അത് ചൂസ് ചെയ്യണം. ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ലെവൽസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യനിൽ റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മളത് കമ്പ്യൂട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടില്ല നോക്കാം. റീഓർഡർ ക്വാണ്ടിറ്റി 5000 കിലോഗ്രാം, മാക്സിമം ലെവൽ 8000 കിലോഗ്രാം, മിനിമം യൂസേജ് 50 kg per hour, മിനിമം റീഓർഡർ പീരിയഡ് 4 days, ഡെയിലി വർക്കിംഗ് അവേഴ്സ് ഇൻ ദ ഫാക്ടറി 8 hours. റീഓർഡർ ലെവലാണ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. ആ 2 ഇൻഫോർമേഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താ? മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. ഇതിൽ റീഓർഡർ ലെവൽ ഒഴിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് റീഓർഡർ ലെവൽ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. മാക്സിമം ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം
consumption into minimum reorder period. ഇവിടെ മിനിമം കൺസംഷന്റെ കാര്യം ഒന്ന് നോക്കിയേ. മിനിമം യൂസേജ് 50 കിലോഗ്രാം പെർ അവർ ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മിനിമം റീഓർഡർ പീരിയഡ് 4 days എന്നാണ്, ഡെയിലി ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഡെയിലി വർക്കിംഗ് അവേഴ്സ് ഇൻ ദ ഫാക്ടറി 8 hours എന്ന്. അപ്പൊ നമുക്ക് ഒരു ദിവസം 8 മണിക്കൂറാണ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ 8 മണിക്കൂറും മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ നമ്മളൊരു ദിവസത്തെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ മിനിമം കൺസംഷൻ പെർ ഡേ എത്രയാണ്? ഒരു അവറിൽ 50. അപ്പോൾ 8 hours 8 into 50 400 kg. അപ്പോൾ നമ്മൾ ഈ ഡെയിലി ഡാറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഇവിടെ റീഓർഡർ പീരീഡ് തന്നിട്ടുള്ളത് ഡേയ്സിലാണ്. അപ്പോൾ മാക്സിമം ലെവൽ എത്രയാണ്? 8000 ഈക്വൽ ടു റീഓർഡർ ലെവൽ നമുക്ക് അറിയില്ല, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി 5000 മൈനസ് മിനിമം കൺസംഷൻ എത്രയാ? 400 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 4 days. ഇനി റീഓർഡർ ലെവലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ മാത്സിലെ ഇക്വേഷൻ എങ്ങനെയാണോ സോൾവ് ചെയ്യുക അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് ഒരു ഭാഗത്ത് വെച്ചിട്ട് മറ്റുള്ളതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 8000 പ്ലസ് എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 5000 plus 400 into 4 1600 equal to reorder level. അപ്പോൾ reorder level equal to 8000 minus 5000 എത്രയാ? 3000 plus 1600 4000 kg. ഇതാണ് നമ്മുടെ reorder level. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ ബഫർ സ്റ്റോക്ക്, സെക്കൻഡ് ഡേഞ്ചർ ലെവൽ, തേർഡ് മാക്സിമം ലെവൽ, ഫോർത്ത് മാക്സിമം റീഓർഡർ പീരിയഡ്, ഫിഫ്ത്ത് നോർമൽ സ്റ്റോക്ക് ലെവൽ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ഒരു പ്രോബ്ലമാണ്. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻസർ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.